एक सफर है सुहाना, यहाँ कल क्या हो किसने जाना. ഒരു മന്ദിരാണ്, ലക്ഷ്മി മന്ദിരം എന്തോ പറഞ്ഞു. ആദ്യത്തെ എന്താണ് ചിറ്റൂർഘട്ടിൽ വന്നിട്ട് ആദ്യത്തെ ചിത്തോർഘട്ടിൽ വന്നിട്ട് റാണി പത്മാവതിയുടെ ആദ്യത്തെ 7 ഗേറ്റ് കടന്ന് വന്നു. ഞങ്ങൾ 7 ഗേറ്റ് മെയിൻ ഗേറ്റിന് 7 ഗേറ്റ് കടന്നിട്ടാണ്. ഒരു 7 ഗേറ്റ് വെച്ച് 7 ഉണ്ടല്ലോ ഒരു ഇമ്പോർട്ടൻസ്. ഇതൊരു ടെമ്പിളാണോ അല്ലേ? ഒരു ടെമ്പിളാണ്. ഈ ഫോർട്ടിലേക്ക് കടന്നു വരുന്ന സമയത്ത് 7 ഗേറ്റ് ഉണ്ട് ഇവിടെ. എന്തിനും 7 ഗേറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ഓസ്പിഷ്യസ് ഒരു നമ്പറാണ് അത്. അപ്പോൾ 7 ഓരോ സ്ഥലത്തും ഓരോ ഗേറ്റിനും ഓരോ പേരുണ്ട്. അത് ഞാൻ ചെയ്യില്ല, എൻ്റെ ഇഷ്ടം ചെയ്യും. അപ്പോൾ വിചാരിക്കുന്നു അതെന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ ആദ്യത്തെ സൈറ്റ് സീയിങ് ആണ്. ചിറ്റോർഘട്ടിൽ വന്നിട്ട് 7 എന്താണ് വാതിൽ കടന്നാണ് വന്നത്. കോട്ടമാതിരി ഗേറ്റ്സ് അത് ഓസ്പീഷ്യസ് ആണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഈ ബിൽഡിംഗ് കെട്ടിയിരിക്കുന്നുണ്ടല്ലോ രാജസ്ഥാനി ടൈൽസ് കൊണ്ടാണ്. നീ പറഞ്ഞോ. അല്ല, ഞാൻ എൻ്റെ കാണുന്നു രാജസ്ഥാനി ടൈൽസ് നമ്മുടെ വീട്ടിൻ്റെ ഉമ്മർത്തുണ്ട്. നമ്മൾ പുതുശ്ശേരിയിൽ പോയി ഈ ടൈൽസ് വാങ്ങി എൻ്റെ അച്ഛാതിന് ഇതും ഇഷ്ടം. ആ ഗേറ്റിൻ്റെ അവിടെ ഇത് കളറൊന്നും മങ്ങില്ല, മഴ കൊണ്ടാലും മഞ്ഞ് കൊണ്ടാലും. അപ്പോൾ ഈ പക്ഷേ എന്താണ് അലാവുദ്ദീൻ ഖിൽജി നമ്മൾ പറഞ്ഞിട്ട് ഒരു മിനിറ്റ് മതിയോ? പത്മാവതിയെ കണ്ടില്ല എന്ന് പറഞ്ഞിട്ട് പത്മാവതിയെ കിട്ടിയില്ല പറഞ്ഞ് യുദ്ധം കഴിഞ്ഞ് ഇവിടെയൊക്കെ വലിയൊരു മന്ദിരമായിരുന്നു. അതിനെയൊക്കെ പൊട്ടിച്ചിട്ട കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. പക്ഷേ പകുതി എല്ലാ സ്റ്റെപ്സ് എല്ലാം അവർക്ക് കണ്ണ് കണ്ടൊക്കെ പൊട്ടിച്ചു. പിന്നെ രാജാ കുംഭ കുറച്ചൊന്ന് റിനോവേറ്റ് ചെയ്തിട്ട് ഇതൊരു പരുവത്തിലാക്കിയതാണ്. എങ്കിലും ചില സ്ഥലങ്ങളൊക്കെ പൊട്ടിച്ചത് അദ്ദേഹം അടിയിൽ അതിലേക്ക് റിനോവേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷെ എന്നാലും കാണാനോട്ട് നന്നായിട്ടുണ്ട്. നമുക്ക് 800 രൂപയ്ക്ക് ഓട്ടോറിക്ഷക്കാരനെ കിട്ടിയിട്ടുണ്ട്. എല്ലാ സ്ഥലവും കാണിച്ചു തരാറുണ്ട്. ഫുള്ള് ഓരോ ഭാഗത്ത് ഓരോ സ്ഥലത്തിൻ്റെ പറഞ്ഞു ഇത് ഒരു അമ്പലമായിരുന്നു. ഖിൽജി പൊട്ടിച്ച കഥകളാണ്. ഹിസ്റ്റോറിക്കലി അങ്ങനെയാണത്. പിന്നെ റാണി പത്മാവതിയുടെ സമ്മർ പാലസിലാണ് ഇത്. വേനൽക്കാലത്ത് ഇവിടെയാണ്, കാരണം ചുറ്റുവട്ടം വെള്ളമുള്ളത് കൊണ്ട് കാണാൻ. ഈ താലാബിൻ്റെ ഇതിൽ അലാവുദ്ദീൻ ഖിൽജി നമ്മുടെ എന്താണ് റാണി പത്മിനിയുടെ ഷാഡോ കണ്ടത്. ആദ്യം അലാവുദ്ദീൻ ഖിൽജി കാണണമെന്ന് പറഞ്ഞപ്പോൾ ഈ കാണുന്ന പാലസിലാണ് അവർ വേനൽക്കാലത്ത് താമസിക്കുക. അത് വേണ്ടില്ല, അവിടെയാണ് വേനൽക്കാലത്ത് താമസിക്കുക. അപ്പോൾ ആ പാലസിന് ചുറ്റും വെള്ളമാണ്, അപ്പോൾ തണുപ്പ് കൂടിയിട്ട് ഇവിടെ വന്നിട്ട് തണുപ്പ് സമയത്തുള്ള പാലസ് ഇവിടെയാണ്. അപ്പോൾ അലാവുദ്ദീൻ ഖിൽജി ഉണ്ടല്ലോ, അയാൾക്ക് അതിനെ കാണണം എന്നുള്ള ഒരു വന്നപ്പോൾ അപ്പോൾ അവർ വരാൻ തയ്യാറായിരുന്നില്ല. ഫൈനലി ഒരു ഇതായിട്ട് അവർ ആ ഭാഗത്ത് ഇരുന്നിട്ട് അവരുടെ റിഫ്ലക്ഷൻ ഈ വെള്ളത്തിൽ കാണും. വെള്ളത്തിൽ കാണുമെങ്കിൽ അലാവുദ്ദീൻ ഖിൽജി ഇവിടുന്ന് കണ്ടു എന്നാണ് പറയുന്നത്. ചരിത്രം പറയുന്നത് എന്തായാലും ചരിത്രത്തിൻ്റെ അതാണ് ചരിത്രത്തിൻ്റെ ഇമ്പ്രഷൻ. ഞാനൊരു ഹിസ്റ്ററി സ്റ്റുഡൻ്റായി പറഞ്ഞു വന്ന് നമ്മളൊക്കെ ജീവിച്ചു. ഹിസ്റ്ററി അത് എത്ര ഇതൊരു കോൺഫറൻസ് ഹാൾ എന്താ പറയുക അല്ലേ? കോൺഫറൻസ് ഹാൾ. ഇവിടെയാണ് യുദ്ധത്തിൻ്റെ എല്ലാ തീരുമാനങ്ങളും എടുക്കുന്ന സ്ഥലമാണ്. इतना दूर ले रहा हूं ना मेरे को फोटो निकाल दी पहले ഇത് കാണുന്നതാണ് ഈ കാണുന്നതാണ് അവരുടെ സേനാധിപതിയുടെ താമസ സ്ഥലം. അവിടെ തന്നെ ടെമ്പിളാണ്. ഇതിൻ്റെ ഫ്രണ്ടിലൊരു വലിയൊരു കുളം വരെയുണ്ട്. ആ
അവിടെയാണ് ഈ സേനാധിപതി അവരുടെ സേനാധിപതിയുടെ കുതിരകളെ കുളിപ്പിക്കുന്നത്. പിന്നെ കുളിപ്പിക്കുന്നത് വലിയൊരു കുളമുണ്ട്, അത് ആനയുടെ കുളം. കുളിപ്പിക്കുന്ന സ്ഥലമാണ്. പണ്ട് ആനയും കുതിരയൊക്കെയാണല്ലോ ഇമ്പോർട്ടന്റ് എന്തിന്, യുദ്ധത്തിന്. एक सफर है सुहाना, यहाँ कल क्या हो किसने जाना. हाँ, जिंदगी एक सफर है सुहाना, यहाँ कल क्या हो किसने जाना. अरे ओडले ओडले ओ, 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 ओडले ओडले ओ. चांद तारों से चलना है आगे, आसमानों से बढ़ना है आगे. अरे चांद तारों से चलना है आगे, आसमानों से बढ़ना है आगे. पीछे रह जाएगा ये जमाना, यहाँ कल क्या हो किसने जाना.